ഹായ് ഫ്രണ്ട്സ്, കേരള കെട്ടിട നിർമ്മാണ നിയമത്തിലെ 3-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ പരാമർശിക്കാൻ പോകുന്ന വിഷയങ്ങൾ കേരള വെറ്റ്ലാൻഡ് ആക്ട് നിയമങ്ങളും അതുപോലെ തന്നെ ഡാറ്റാ ബാങ്കിൽ നിന്ന് എങ്ങനെ നമുക്ക് നമ്മളുടെ ഭൂമി എക്സംപ്ഷൻ നേടാം എന്നുള്ളതും, ടൗൺ പ്ലാനിംഗ് നിയമത്തിലെ ചില കെട്ടിടങ്ങൾ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവലും കൺകറൻസുകളൊക്കെ നേടേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണെന്നും മറ്റുമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. ക്ലാസ് നയിക്കുന്നത് ശ്രീ OC രാജൻ, ഡിസ്ട്രിക്ട് ടൗൺ പ്ലാനിംഗ് ഓഫീസറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാരോട് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുവാനും, കൂടാതെ നിങ്ങൾക്ക് എൻ്റെ ഈ ഭാഗത്തിൻ്റെ അടുത്ത ഭാഗം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ദൗത്യം മാസ്റ്റർ പ്ലാൻ അതുപോലെ DTP സ്കീം ഇവ തയ്യാറാക്കലാണ്. ഇതിന് പുറമെ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി ഈ ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വില്ല പ്രോജക്റ്റോ അല്ലെങ്കിൽ ഫ്ലാറ്റോ നിർമ്മിക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെ ഏതെല്ലാം ഘട്ടങ്ങളിൽ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ എന്നാണ് പറയുക. ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നത് അപ്രൂവൽ, പിന്നെ ഒന്ന് കൊടുക്കുന്നത് കൺകറൻസ്. അപ്പോൾ നമ്മൾ പല ആളുകളും ഇത് ലൈസൻസ്, പെർമിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത്. ഇത് കൊടുക്കുന്നത് അപ്രൂവൽ, മറ്റൊന്ന് കൺകറൻസ്. അപ്രൂവൽ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയൊരു പ്ലോട്ട് ചെറു പ്ലോട്ടുകളാക്കി വില്ല പ്രോജക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ ആ വലിയ പ്ലോട്ടിന്റെ വിസ്തീർണം 1/2 ഹെക്ടർ 50 ആർ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അപ്രൂവൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സബ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന പ്ലോട്ടുകളുടെ എണ്ണം 20-ൽ കവിയുമ്പോഴും ടൗൺ പ്ലാനിംഗ് ഇപ്പോൾ ഒരു സൗകര്യമുള്ളത്, മുമ്പ് ഇതൊക്കെ ചീഫ് ടൗൺ പ്ലാനർ തിരുവനന്തപുരത്ത് നിന്ന് ചെയ്തു വരണം. അവിടെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ മൊത്തം ഫയലുകൾ കുന്നുകൂടി കുറെ വിഷമായിരുന്നു. ഇപ്പൊ അത് ലഘൂകരിച്ച് ഈ ഗവൺമെന്റ് ജില്ലാ ആസ്ഥാനങ്ങളെ, ഡിസ്ട്രിക്ട് ടൗൺ പ്ലാനറുടെയോ റീജിയണൽ ടൗൺ പ്ലാനറുടെയോ ഓഫീസുകളിൽ നിന്ന് തന്നെ കൊടുക്കുന്നത് വലിയ സൗകര്യമായിട്ടുണ്ട്. ഏതാണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് അപ്രൂവൽ കിട്ടും. ഇപ്പൊ അത്ര വലിയ വിഷമമൊന്നുമില്ല. അപ്പോൾ അതുപോലെ ഈ ഫ്ലാറ്റുകളുടെ എണ്ണം 100-ലധികം ആവുമ്പോഴും ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അപ്രൂവൽ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ കൺകറൻസ് എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അറിയാത്തൊരു സംഗതിയാണ്. ഞാൻ അത് ചെറിയ രൂപത്തിൽ നിങ്ങളോട് പറയാം. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ ഡീറ്റെയിൽഡ് ടൗൺ പ്ലാനിംഗ് സ്കീമും തയ്യാറാക്കാം. അതിന്റെ മാസ്റ്റർ പ്ലാനിനും ഒരു റൂൾസ് ഉണ്ടാവും. അതുപോലെ DTP സ്കീമിന് റൂൾസ് ഉണ്ടാവും. ഈ റൂൾസിൽ ഇന്ന സോണില് ഇന്ന യൂസേ പറ്റുമെന്ന്, ഇന്ന ഓക്യുപ്പൻസി ഗ്രൂപ്പെ അനുവദിക്കുമെന്നായി, അല്ലെ ഇന്ന ഓക്യുപ്പൻസി ഗ്രൂപ്പാണ് അനുവദിക്കുന്നതെന്ന് പറയുമെങ്കിലും ആ ഓക്യുപ്പൻസി ഗ്രൂപ്പിൽ ഇത്ര M² വരിക പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ നമ്മൾ ഇതിൽ പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ടൗൺ പ്ലാനിംഗ് ഓഫീസിലോ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലൊന്നും ഇപ്പൊ മാസ്റ്റർ പ്ലാനൊന്നും ആയതില്ല, ഏതോ ഒന്നാറ്റോ എന്റെ കേരളത്തിലാകെ. അപ്പൊ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ തന്നെയോ പോയി അത് ഈ സോണിങ്ങിനെ പറ്റി അറിയുക. ഞാൻ നിങ്ങളോട് മറ്റൊരു അറിവും കൂടി നിങ്ങൾക്ക് പകരാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ എല്ലാ ടൗൺ പ്ലാനിംഗ് ഓഫീസുകളിലും എല്ലാ ബുധനാഴ്ചയും 11 മണി മുതൽ 4 മണി വരെ ഒരു ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിൽ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഇരിക്കുന്നുണ്ട്. അത് പൊതുജനം ഉപയോഗപ്പെടുത്താതെ പോകുന്നതാണ്. പൊതുജനത്തിന് മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് ഏജൻസികൾക്കും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അവർ ഈ കെട്ടിട നിർമ്മാണ സംബന്ധിയായ സംശയങ്ങൾക്കും നിവാരണം തരാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ
ഈ പറഞ്ഞ മാസ്റ്റർ പ്ലാനിൽ നിങ്ങളുടെ സ്ഥലം മാസ്റ്റർ പ്ലാനിൽ പെടുന്നതാണെങ്കിൽ ഏത് സോണിൽ പെടുന്നു, റോഡ് വൈഡനിങ് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച് ഇരുത്തിയ ഉദ്യോഗസ്ഥരുണ്ട് ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ റാങ്കിലുള്ള ഒരാള് എന്നും ഓർക്കുക, എല്ലാ ബുധനാഴ്ചയും 11 മണി മുതൽ 4 മണി വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ കുറിച്ചെടുക്കാൻ മറന്നുപോകാതെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിലെ ഓവർസിയറുമായി എന്തെങ്കിലും ഒരു ഓവർസിയർ തെറ്റായ കാര്യത്തിനാണ് നിങ്ങളുടെ അപേക്ഷ തിരസ്കരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന്, നമ്മൾ എപ്പോൾ വളരെ ഭീതിയോടുകൂടി തന്നെ ചില ആളുകൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെന്റിന്റെ NOCയെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഭയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ശരിയായ ഒരു ഫയർ കൺസൾട്ടന്റോ കാര്യമുണ്ടെങ്കിൽ, നല്ല ലൈസൻസിയും നല്ല ഒരു ഫയർ കൺസൾട്ടന്റ് ഉണ്ടെങ്കിൽ ഇതിൽ ഭയക്കാനുള്ള യാതൊരു കാര്യങ്ങളുമില്ല. ഇതിൽ നമ്മളെ ഈ വിഷയം, അതായത് റെസിഡൻഷ്യൽ ഫ്ലാറ്റുകളോ വില്ല പ്രോജക്റ്റുകളോ വരുന്നുണ്ടെങ്കിലുള്ള കാര്യമാണ്. വില്ല പ്രോജക്റ്റിന് ഫയർ സർവീസിലേക്ക് പോകേണ്ട യാതൊരു കാര്യം വരുന്നില്ല. മറിച്ച് ഫ്ലാറ്റുകൾക്കാണെങ്കിൽ 1000 m² മുകളിൽ വരുന്ന ഫ്ലാറ്റുകളും 15 മീറ്ററിലധികം ഉയരം വരുന്ന ഫ്ലാറ്റുകൾക്കും ഇത് രണ്ടും വന്നാലും 1000 മീറ്റർ 1000 സ്ക്വയർ മീറ്റർ വിസ്തീർണവും 10 മീറ്റർ ഉയരായാലും പോകണം. ഇനി 400 m² 16 മീറ്റർ ഉയരായാലും പോകണം. ഈ 2 കണ്ടീഷൻ വരുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ ഫയർ സർവീസിന് NOC വേണം. ഇതിന് സാധാരണഗതിയിൽ ലോക്കൽ ബോഡി മുഖാന്തരമാണ് ഇതിന്റെ അപേക്ഷ ഇതാക്കുക. ഇപ്പൊ ചെറിയ മാറ്റങ്ങളും അതിന് ഡയറക്റ്റ് കൊടുക്കുക. പക്ഷെ ഡയറക്റ്റ് കൊടുക്കാൻ മുതിരണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും ലോക്കൽ ബോഡി മുഖാന്തരം അപേക്ഷിച്ചാൽ മതി. 3 സെറ്റ് ഫയർ ഡ്രോയിങ്ങും 3 സെറ്റ് സിവിൽ ഡ്രോയിങ്ങും വെച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ അപേക്ഷിക്കുക. പിന്നെ നാഷണൽ ബിൽഡിംഗ് കോഡിന്റെ പാർട്ട് 4 മിനിമം റിക്വയർമെന്റ്സ് ഫയർ ഫൈറ്റിംഗ് റിക്വയർമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പം ഫയർ NOCക്ക് പോകുന്നതാവട്ടെ പോകാതിരിക്കട്ടെ, നമ്മൾ ഈ മിനിമം റിക്വയർമെന്റ്സ് പാലിച്ചിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എല്ലാ കെട്ടിടങ്ങൾക്കും പാലിച്ചിരിക്കേണ്ടതാണ്. അതിന് നാഷണൽ ബിൽഡിംഗ് കോഡിന്റെ 2014 നാഷണൽ ബിൽഡിംഗ് കോഡിന്റെ പാർട്ട് 4 മിനിമം റിക്വയർമെന്റ്സ് ഓഫ് ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നോക്കിയാൽ നിങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ട രൂപത്തിൽ വളരെ നന്നായിട്ട് ആ ടേബിൾ ഉണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതിയാവും. പിന്നെ ഈ ബിൽഡിംഗ് റൂളിൽ ഈ പ്രാവശ്യം വന്ന ബിൽഡിംഗ് റൂളിൽ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, 1000 സ്ക്വയർ മീറ്ററിന് മേലെ പോകുമ്പോൾ മാത്രമേ ഫയർ NOC എടുക്കാൻ പറ്റും. അപ്പൊ 1000 മീറ്റർ സ്ക്വയറിന് താഴെ എങ്ങനെ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിന് ഈ 2019 കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ഉത്തരം പറയുന്നുണ്ട്. അതില് 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ 1000 സ്ക്വയർ മീറ്ററിന് ചുവടെ വരുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും ഈ ലൈസൻസിൽ തന്നെ ഒരു ഡിക്ലറേഷൻ ഫോം L ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ മതിയാവും. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് ഡയറക്റ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന്റെ കാര്യം നിങ്ങൾ കുറിച്ചെടുക്കുന്നത് നന്നായിരിക്കും. 300 വരെയുള്ള 300 ചതുരശ്ര മീറ്റർ വരെ ബിൽറ്റപ്പ് ഏരിയയുള്ള കെട്ടിടങ്ങൾക്ക് ഫയർ NOCയോ അതുപോലെ ഈ ലൈസൻസിയുടെ ഡിക്ലറേഷനോ ആവശ്യമില്ല. എന്നാൽ നാഷണൽ ബിൽഡിംഗ് കോഡിൽ പാർട്ട് 4 മിനിമം റിക്വയർമെന്റ്സ് പറഞ്ഞത് പാലിച്ചിരിക്കണം. നെക്സ്റ്റ്, മറ്റൊരു കാര്യം, ഇത് എല്ലാ സ്ഥലങ്ങളിലും ബാധിക്കുക. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബിൽഡിംഗ്സ് വിതിൻ 20 കിലോമീറ്റർ ഫ്രം ARP എന്ന് പറഞ്ഞാൽ എയർപോർട്ട് റെഫറൻസ് പോയിന്റ്. ഈ എയർപോർട്ട് പല ആളുകളും അനാവശ്യമായി പഠിപ്പിക്കുന്നത് കാണാം. എയർപോർട്ടിന്റെ ഇതെടുക്കണം. ഇതിപ്പോ എല്ലാ എയർപോർട്ടുകൾക്കും ഒരു കളർ കോഡിംഗ് മാപ്പ് എന്ന് പറഞ്ഞൊരു മാപ്പ് ഉണ്ട്. ആ മാപ്പിൽ റെഡ്, ഓറഞ്ച് അങ്ങനെ ഓരോ കളർ ഇട്ടിട്ടുണ്ട്. ഗ്രീനിലൊന്നും പെടുന്നതാണെങ്കിൽ പോവുകയോ വേണ്ട. പക്ഷെ ഗ്രീനിലുള്ളതാണെന്ന് നമ്മൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതും കൂടി ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഇതിന് അയക്കാണ്ട് തന്നെ കൊടുക്കുക. പിന്നെ ഇനി ലോക്കൽ ബോഡി അയച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ അയക്കണ്ടെന്ന് നിങ്ങൾക്ക് പറയാനും പറ്റൂല. ഈ 20 കിലോമീറ്ററിനുള്ളിൽ വരുന്നതാണെങ്കിൽ അയക്കേണ്ടി വരും. പിന്നെ
ഇനി ഈ 20 കിലോമീറ്ററിലൊന്നും അല്ല വരുന്നത്, ഒരു 100 കിലോമീറ്ററിന് അപ്പുറമാണെന്ന് വെച്ചു. എന്നിരുന്നാലും ആ കെട്ടിടത്തിന് ഗ്രൗണ്ട് ലെവലിൽ നിന്നും 150 മീറ്റർ ഉയരം, 150 മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ഉയരമൊന്നുമല്ല. അപ്പോൾ 150 മീറ്റർ ഉയരം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എയർപോർട്ട് അതോറിറ്റിയുടെ NOC വാങ്ങേണ്ടതുണ്ട്. വരുന്നില്ല. ചില ഘട്ടങ്ങളിലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും നമ്മളൊരു NOC എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ബിൽഡിംഗ് റൂൾസിൽ ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ട്, ടേബിൾ 2 എന്താണ്. ആ ടേബിളിൽ നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇത്ര, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇത്ര ഓരോ കെട്ടിടത്തിനും പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കാതെ വരുമ്പോൾ സാധാരണഗതിയിൽ ലോക്കൽ ബോഡി അത്തരത്തിലുള്ള അപേക്ഷകൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് അയച്ച് NOC വേണം. പിന്നെ മറ്റൊന്ന്, പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നതും ആയിട്ടുള്ള ഒരു കാര്യം, അത് പെർമിറ്റ് എടുക്കുന്നതിന് മുമ്പ് വാങ്ങേണ്ടതല്ല. പെർമിറ്റ് എല്ലാം എടുത്ത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഓക്യുപ്പൻസി കിട്ടുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പ്രധാനപ്പെട്ട ആക്ടുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ 2012 ലിഫ്റ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ആ ആക്ടിൽ കൃത്യമായി മനുഷ്യന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ആക്ടാണ്. ആ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ലിഫ്റ്റ് കമ്മീഷൻ ചെയ്യാൻ ശരിക്കും അത് ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് NOC വാങ്ങിയിരിക്കണം. അത് കൂടെ അറ്റാച്ച് ചെയ്ത് മാത്രമേ നമുക്ക് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈനിങ് ആൻഡ് ജിയോളജി. ഇത് നിങ്ങൾ ഏവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പല രീതിയിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല ഉദ്യോഗസ്ഥന്മാരും മുതലെടുക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് ക്വാറിയിങ് പെർമിറ്റ്, പിന്നെ ട്രാൻസിറ്റ് പാസ്, ഈ 2 കാര്യങ്ങളാണ്. അതായത് 300 m², നേരത്തെ നമ്മൾ SCIAയുടെ ക്ലിയറൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ 300 m² താഴെ വരുന്ന റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്കും കമേഴ്സ്യൽ ബിൽഡിങ്ങുകൾക്കും ക്വാറിയിങ് പെർമിറ്റ് എടുക്കേണ്ടതില്ല. ക്വാറിയിങ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലം കുഴിക്കുന്നതിന് വേണ്ടി ഈ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എടുക്കേണ്ട ഒരു പെർമിറ്റാണ് ക്വാറിയിങ് പെർമിറ്റ്. ഈ ക്വാറിയിങ് പെർമിറ്റ് 300 സ്ക്വയർ മീറ്ററിൽ താഴെ വരുന്ന കെട്ടിടങ്ങൾക്ക് എടുക്കേണ്ടതില്ല. അതേസമയം 300-ൽ കൂടുതൽ വരുന്നതാണെങ്കിൽ എടുക്കേണ്ടതുണ്ട്. പല ലോക്കൽ ബോഡികളിൽ നിന്നും എഞ്ചിനീയർമാരായാലും ഇനി ഈവൻ ബിൽഡേഴ്സ് പോലും ധരിച്ചു വെച്ചിരിക്കുന്നത് 1.5 മീറ്ററിൽ താഴെയാണെങ്കിൽ എടുക്കണം. ഈ 1.5 മീറ്റർ എന്നുള്ള യാതൊരു നിബന്ധനയോ കാര്യങ്ങളോ ഇല്ല. 30 സെന്റിമീറ്റർ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ 30 സെന്റിമീറ്റർ കൊഴിക്കുന്നുണ്ടെങ്കിൽ എടുക്കണോ. അതിൽ ഈ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് മണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസിറ്റ് പെർമിറ്റ് എടുത്ത് മാത്രമേ മണ്ണ് എന്ന് ഞാൻ പറയുന്നത് ഓർഡിനറി എർത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ എങ്ങനെയാണ് ഈ മണ്ണ് കിട്ടുന്നത് എന്ന് അറിയണം. അപ്പോൾ അന്നേരം സ്വാഭാവികമായിട്ട് നമ്മൾ ക്വാറിയിങ് പെർമിറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെയുള്ള ഘട്ടങ്ങളിലേ എടുക്കണ്ടു. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ പാലിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സൈറ്റിൽ ഒരു കെട്ടിട പണിയെല്ലാം പൂർത്തിയായി, കുറച്ച് മണ്ണ് ബാക്കിയുണ്ട്, ഒരു 2-3 ലോറി ലോഡ് മണ്ണ് ബാക്കിയുണ്ട് ഇരിക്കട്ടെ. ഈ ലോറി ലോഡ് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇന്നത്തെ നിയമം അനുസരിച്ച് ഇതിന്റെ നിയമത്തിന്റെ പേര് വേണം കുറിച്ചെടുക്കാം, കേരള മൈനർ മിനറൽ കൺസെഷൻ റൂൾസ് എന്നാണ് ഈ 2015. 2015 വന്ന് 2010 ഗവൺമെന്റ് പല ഇളവുകളും നൽകിയിരുന്നു. ഈ നിയമം വന്നതോടുകൂടി സകല ഇളവുകളും നമുക്ക് കൈമോശം വന്നുപോയി. ഇപ്പോൾ ഈ നിയമം അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ വന്ന് 3-4 ലോറി ലോഡ് മണ്ണ് വന്നത്, നിങ്ങൾക്ക് ഒറ്റ ലോറി ലോഡ് മണ്ണ് ബാക്കി വന്നത് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങളെ പിടികൂടാം. ഇത്രയും ഒരു വല്ലാത്ത ഒരവസ്ഥയാണ് ഇതുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വാറിയിങ് പെർമിറ്റ്, ട്രാൻസിറ്റ് പാസ് എന്ന് പറയുന്ന 2 സംഗതികളാണ് നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നത്. പിന്നെ അവർ ക്വാറിയിങ് ലൈസൻസ്, ക്വാറിയിങ് ലീസ്, അങ്ങനെയുള്ള ഒരുപാട് ദൗത്യങ്ങൾ അവർക്കുണ്ട്. പക്ഷെ നമ്മളെ ബാധിക്കുന്ന ഈ കാര്യമാണ്. അതുകൊണ്ട് ഇതും കൂടി അറിഞ്ഞിരിക്കണം. ഒരു സൈറ്റിൽ നിന്നും മണ്ണ് മറ്റൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്നുള്ളത് മനസ്സിലാക്കണം.
ഫൈനലി RDO. ഇതിനെപ്പറ്റി പറഞ്ഞു പോയിക്കോട്ടെ. ഇത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകുന്ന ഒരു കാര്യം പറയാൻ പോകുന്നത്. ഇതും കൂടി നമുക്ക് പറഞ്ഞു പോകാം. അതായത് നമ്മൾ 2018 കേരള പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് ആൻഡ് റൂൾസ് നമ്മൾ നിലവിൽ വന്നു. അതനുസരിച്ച് അതിന് മുമ്പേ ഒരു കാര്യമില്ല. ആദ്യമായി നിലം ഭൂമിയുടെ പരിവർത്തനത്തിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള നിയമം KLD ഓർഡറാണ്. അത് വന്നത് 1967 ജൂലൈ 4 ആ നിയമം വന്നതിന് ശേഷം ഈ നിയമം വന്നിട്ടുണ്ടെങ്കിലും അതിന് വേണ്ടത്ര രീതിയിൽ അത് നടപ്പിലാക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരോ അത് പാലിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് കൃത്യമായ അവബോധം കൊടുക്കുന്നതിൽ സർക്കാരും പരാജയപ്പെട്ട ഒരു കാര്യമാണ് 1967 KLD ഓർഡർ. KLD ഓർഡർ പ്രകാരം വയൽ നികത്താനോ ഒന്നും പാടുള്ളതല്ല. പക്ഷെ വെള്ളക്കെട്ട് നികത്തുന്നതിന് KLD ഓർഡർ ബാധകവുമല്ല. അതാണ് ഇപ്പം പല കോടതികളിലും പല കേസുകളിലും അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ പലരും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ 2008 ഈ പാഡി ലാൻഡ് വെറ്റ്ലാൻഡ് ആക്ട് വന്നതോടുകൂടി എന്തായി, ഒരു സ്ഥലം, അതായത് വെള്ളക്കെട്ടുകളാവട്ടെ നിലമാവട്ടെ നികത്താൻ പാടില്ല എന്നായി. എന്നാൽ ഈ നികത്തിയ സ്ഥലം എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് 2008 ആക്ടിലോ റൂളിലോ കൃത്യമായ വിവരം ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പോൾ ഉടനെ അത് പൊളിച്ചെഴുതി ഇപ്പോൾ 2018 ആക്ടും വന്നു, റൂളും വന്നു. അതനുസരിച്ച് നമുക്ക് 2008 മുമ്പ്, അതായത് ഈ ആക്ട് 2008 ആക്ട് വരുന്നതിന് മുമ്പ് നികത്തിയ സ്ഥലങ്ങൾ രേഖയിൽ തിരുത്തൽ വരുത്താൻ ഒരു അവസരം തരികയാണ്. അതാണ്. അപ്പോൾ അതിന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ, അതിന് ഓതറൈസ്ഡ് ഓഫീസർ റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ്. റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ തന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് 50 സെന്റ് വരെയുള്ള സ്ഥലങ്ങൾക്ക് ഫോറം 6, അതായത് ഫോം 6 അപേക്ഷ കൊടുക്കേണ്ടത്. ഫോം 6 അവര് ഫോം 6, ഫോം 7, ഫോം 9 എന്ന് പറഞ്ഞ് 3 തരത്തിലുള്ള അപേക്ഷാ ഫോറങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോം 6 50 സെന്റ് വരെയുള്ള കൺവേർട്ട് ചെയ്യുന്ന ലാൻഡിന്റെ അത് റെക്കോർഡ് തീർക്കുന്നതിന് വേണ്ടി കൊടുക്കേണ്ടത്. 50 സെന്റിന് മുകളിൽ വരുമ്പോൾ ഫോം 7 കൊടുക്കണം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു 1967 ജൂലൈ 4 KLD ഓർഡർ നിലവിൽ വന്നത്. KLD ഓർഡർ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ നികത്തിയ ഭൂമി എന്ന് വെച്ചാൽ നിയമം ഉണ്ടാവുന്നതിന് മുമ്പേ നികത്തിയ ഭൂമി എന്നർത്ഥം. അങ്ങനെയുള്ള ഭൂമി റെഗുലറൈസ് ചെയ്യുന്നതിന് ഫോം 9 അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിനുള്ള വൻ തുക കോമ്പൗണ്ടിങ് ഫീ വാങ്ങിക്കൊണ്ടാണ് സർക്കാർ ഈ ഉദ്യമം നടപ്പിൽ വരുന്നത്. ഞാൻ ആ കോമ്പൗണ്ടിങ് ഫീയുടെ ഒരു രൂപം പറഞ്ഞുതരാം. അതായത് 50 സെന്റ് വരെ ഉള്ള ഭൂമി കൺവേർട്ട് ചെയ്യുന്നതിന് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ 10%, മുനിസിപ്പൽ പ്രദേശങ്ങളിൽ 20%, കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ 30%. അതേസമയം 50 സെന്റിന് മുകളിൽ വരുന്നതാണെങ്കിൽ, 1 ഏക്കറിൽ താഴെ വരുന്നതാണെങ്കിൽ ഇത് 20, 30, 40 എന്ന തോതിലും, 1 ഏക്കറിന് മുകളിലോട്ട് വരുന്നതാണെങ്കിൽ 30, 40, 50%. എന്തിന്റെ ശതമാനം? ഈ സ്ഥലത്തിന്റെ ന്യായവിലയുടെ ഈ പറഞ്ഞിരിക്കുന്ന ശതമാനക്കണക്കിൽ കോമ്പൗണ്ടിങ് ഫീ ഗവൺമെന്റിലേക്ക് അടക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിന് 1 ഏക്കർ 10 സെന്റുള്ള കോർപ്പറേഷൻ ഏരിയയിൽ 1 ഏക്കർ 10 സെന്റ് ഭൂമിയുള്ള ഒരു വ്യക്തി ആ ഭൂമി റെഗുലറൈസ് ചെയ്ത് കിട്ടണമെങ്കിൽ സ്ഥലത്തിന്റെ ന്യായവിലയുടെ 50%, അതായത് ഈ 1 ഏക്കർ 10 സെന്റ് ഭൂമിക്ക് ന്യായവില എത്രയാണോ ആ ന്യായവിലയുടെ 50%, ചെറുതൊന്നല്ല, നേരെ പകുതി വില, അതായത് ഫൈൻ, കോമ്പൗണ്ടിങ് ഫീ ഗവൺമെന്റിൽ അടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് 1,76,00,000 രൂപയാണ്
കോർപ്പറേഷനിലോ ഒരു ഏക്കർ സ്ഥലത്തിൻ്റെ ഇതിലടക്കേണ്ടി വന്നത്. വൻ തുകയാണ് കൊടുക്കുന്നത്. ഇതിലും കുറേ അന്യായങ്ങളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 50 സെന്റിന് മുകളിൽ വരുന്ന സ്ഥലമാണെങ്കിൽ 10% സ്ഥലം ജലസംരക്ഷണ നടപടികൾക്കായി നീക്കി വെക്കണം. ജലസംരക്ഷണ നടപടികൾ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഭൂമിയിലേക്ക് ഊർന്നിറങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനം എന്നർത്ഥം. അതിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു തമാശ, ഈ സ്ഥലത്തില് 10% ജലസംരക്ഷണ നടപടികൾക്ക് മാറ്റിവെച്ചത് ഡാറ്റാ ബാങ്ക് എന്താണോ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് മോചനം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിനെ പറ്റിയും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡാറ്റാ ബാങ്കിൽ പെട്ടതായി കണക്കാക്കും ഈ 10% ജലസംരക്ഷണ നടപടികൾക്കായി നീക്കി വെക്കുന്ന ഇത് ഡാറ്റാ ബാങ്കിൽ പെട്ടതായി കണക്കാക്കും. എന്നാലോ ഈ 10%നും നമ്മൾ കോമ്പൗണ്ടിങ് ഫീ അടക്കണമെന്ന ഒരു അബദ്ധം ഈ നിയമത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഇനി ഉദ്യോഗസ്ഥന്മാരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ, ഉദ്യോഗസ്ഥന്മാരെ ഈ നിയമം വരുന്നതിന് മുമ്പ് നികത്തിയ സ്ഥലത്ത്, ഈ KLE ഓർഡർ പോലും വരുന്നതിന് മുമ്പ് നികത്തിയ സ്ഥലത്ത് പറമ്പായിരിക്കുമല്ലോ. ഈ പറമ്പ് കുളമാക്കണം എന്ന് പറഞ്ഞ് നടക്കുക. അത് കുളമാക്കി ജലസംരക്ഷണ നടപടികൾ നടത്തണം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം. ഇതില് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ക്ലയന്റിനെ കൊണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും റവന്യൂ സെക്രട്ടറിക്കും ഒരു അപേക്ഷ കൊടുപ്പിച്ചു. അവരത് കളക്ടറോട് അഭിപ്രായം ചോദിച്ചു വന്നു. കളക്ടർ പോയി കണ്ടു. കളക്ടർക്ക് ഒരു അഭിപ്രായം പറയാനില്ല. കളക്ടർ അത് എനിക്ക് വിശേഷിച്ച അഭിപ്രായമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അതിൽ തീർച്ചയായും ഈ പറയുന്ന സ്ഥലം, അതായത് 1967 മുമ്പ് നികത്തിയ ഇന്ന് പറമ്പായിരിക്കുന്ന സ്ഥലം കുളം കുഴിക്കണമെന്ന് ഒരു ക്ലാരിഫിക്കേഷൻ ഈ റവന്യൂ സെക്രട്ടറിയിൽ നിന്നും വരുന്നതാണെങ്കിൽ നമ്മൾ അത് ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതുവരെ അത് എത്തിയിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിയമങ്ങളിൽ പലതും പാലിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതും മറ്റും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് നാളെ അത് മാറുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നിൽക്കാം. ഇത് ഇത്രയും കാര്യങ്ങളാണ് അടുത്തത്. ഇനി ഡാറ്റാ ബാങ്ക് 2008 ഈ നിയമം വന്ന സമയത്ത്, അതായത് പാഡി ലാൻഡ് വെറ്റ്ലാൻഡ് ആക്ട് വന്ന സമയത്ത് അതിൽ പറഞ്ഞിരുന്നു, അന്നത്തെ 2008 ഈ ആക്ടും റൂൾസും വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റാറ്റസ്, സ്ഥലത്തിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് അതിന്റെ ഒരു വിവരശേഖരണം നടത്തി അത് വിജ്ഞാപനം ചെയ്യണമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഗതിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റാ ബാങ്ക്. ഈ ഡാറ്റാ ബാങ്കിൽ അന്ന് ഉദ്യോഗസ്ഥന്മാർ, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന ഈ ട്രയോ വട്ടത്തിലിരുന്ന് ശരിക്കും സ്ഥലം സന്ദർശിക്കാതെ വെറും രേഖകൾ മാത്രം നോക്കി പലയിടങ്ങളിലും ഡാറ്റാ ബാങ്കുകൾ ഉണ്ടാക്കുകയും വിജ്ഞാപനം ചെയ്യുകയും ചെയ്തു പോയിട്ടുണ്ട്. അത് ഗവൺമെന്റിനും കോടതികൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോ അത് ബോധ്യപ്പെട്ടാൽ അത് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള അതിന് കുറെ പ്രൊസീജിയർ ഉണ്ട്. റിമോട്ട് സെൻസിങ് ഏജൻസിയിൽ നിന്ന് സാറ്റലൈറ്റ് ഇമേജ് എടുക്കണം, അങ്ങനെയുള്ള കുറെ പ്രൊസീജിയർ ഉണ്ട്. അത് പറഞ്ഞ് നമ്മൾ സമയം പോകുന്നതുകൊണ്ട് ഞാനത് ഒഴിവാക്കുമെന്ന്. അപ്പം അങ്ങനെ ഫോം 5 നമ്മൾ അപേക്ഷിച്ച് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ ഫോം 6 ഫോം 7 6 7 9 അപേക്ഷിച്ച് വീണ്ടും ശരിയാക്കി എടുക്കേണ്ടതായിട്ട് വരും. പിന്നെയുള്ളത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. അതിന് ഞാൻ ഡേറ്റ് എഴുതിയത് നിങ്ങൾക്ക്